കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയെ SIT ഓഫീസിലേക്ക്, അതായത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ചോദ്യം ചെയ്യലുണ്ടായത്. ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് നിവിൻ പോളി ചോദ്യം ചെയ്യലിനായി എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ, ഒന്ന് ഈ പെൺകുട്ടി പറയുന്ന തീയതികൾ, അതായത് 2023-2024 ഡിസംബർ 14-15 തീയതികളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പേർ, നിവിൻ പോളി കേസിൽ 6ാം പ്രതിയാണ്, നിവിൻ പോളി അടക്കമുള്ള 6 പേർ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്, തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി ദുബായിലായിരുന്നില്ല, കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. കൃത്യമായി മൊഴി എടുത്തിട്ടുണ്ട്. മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്ത പരാതിയിൽ പറയുന്ന ദിവസങ്ങൾ അത് കൃത്യമായിട്ട് അവർ ഇന്റർവ്യൂകളിലൂടെയും മറ്റു ചാനലുകളുടെയും അത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു. പക്ഷേ കൃത്യമായി അവർ FIR ഇട്ട ആ ഡേറ്റിനെ കുറിച്ചിട്ടാണ് പോലീസുകാർ അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വിഷയത്തിൽ നിന്നും സ്ലിപ്പായിട്ട് പോവാൻ പോവാ.